വിഷുഫലമാണ് ഞാനിവിടെ പറയുന്നത്. തിരുവോണം നക്ഷത്രം. തിരുവോണ നക്ഷത്രക്കാരാണ്. ഏഴര ശനിയുടെ സമയമുള്ളവരാണ്. ഏഴര ശനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക്. അപ്പോൾ ആ ഗോചരവശപരമായിട്ട് ചിന്തിക്കുമ്പോൾ വിഷുഫലമാണെങ്കിൽ തന്നെയും വിഷുഫലം അത്ര ഗുണപ്രദമല്ല. എല്ലാ നക്ഷത്രക്കാർക്കും 27 നക്ഷത്രക്കാർക്കും വിഷുഫലം ഗുണം ചെയ്യുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ 27 നക്ഷത്രക്കാർക്കും റോക്കറ്റ് പോലെ അങ്ങോട്ട് ഉയർന്നു പോകുമെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. പറയുന്നവരുണ്ടാകാം, പക്ഷെ ഞാൻ അങ്ങനെ പറയുന്ന ആളല്ല. അത് ജ്യോതിഷപരമായി കാര്യങ്ങൾ സത്യസന്ധമായി വിലയിരുത്തി തന്നെ ദോഷമാണെങ്കിൽ ദോഷമെന്ന് പറയും, ഗുണമാണെങ്കിൽ ഗുണമെന്ന് പറയും. അപ്പം ദോഷമുണ്ടെങ്കിൽ അതിന് പരിഹാരവും പറഞ്ഞു തരും. അപ്പം ഈ തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്കിപ്പോൾ ഏഴര ശനിയുടെ സമയമാണ്. ശനി എവിടെ നിൽക്കുകയാണ്? ഇവർക്ക് കുംഭൻ രാശിയിലല്ലേ ശനി നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇവർക്ക് ഈ വിഷുഫലം അത്ര ഗുണകരം ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ വേറൊരു കാര്യം, ഗോചര ഫലമാണ് ഞാൻ ഈ പറയുന്നത്. എന്നാൽ ജാതകത്തിൽ ഇവർക്ക് ഗുണം ആണെങ്കിൽ നല്ല ദശാകാലമാണ്, നല്ല ദശാകാലത്ത് നല്ല ശുഭഗ്രഹങ്ങളുടെ അപകാരങ്ങളൊക്കെയാണ് നടക്കുകയാണെങ്കിൽ ഈ ഫലം നമുക്ക് കിട്ടില്ല. അതായത് ചീത്ത ഫലം നിങ്ങൾക്ക് കിട്ടില്ല, നമുക്ക് നല്ല ഫലം തന്നെ കിട്ടും അജാതകപരമായിട്ട്. അപ്പോൾ ഗോചരഫലം അവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഈ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ജാതകം നമുക്ക് നോക്കാൻ പറ്റൂലല്ലോ. ഞാനിപ്പോൾ കോമൺ ആയിട്ട് സാമാന്യമായിട്ടല്ലേ ഓരോ നക്ഷത്രക്കാരെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവിടെ കോടിക്കണക്കിന് ജനങ്ങളുണ്ട്, അവരുടെ എല്ലാം ജാതകം കൊണ്ടൊന്ന് നോക്കിയിട്ട് എനിക്ക് വിഷുഫലം പറയാൻ പറ്റുമോ? പറ്റൂലല്ല. അപ്പോൾ കോമൺ ആയിട്ട്, അതായത് സാമാന്യമായിട്ട് 27 നക്ഷത്രക്കാർക്ക് ഗോചരപരമായി വിഷുഫലം എങ്ങനെ ചെയ്യും, ഗുണം കിട്ടുമോ ദോഷം കിട്ടുമോ എന്ന് പറയാനല്ലേ എനിക്ക് പറ്റുള്ളൂ. അത് സത്യസംബന്ധമായിട്ട് ഞാനിതുവിടെ പറയുകയാണ്. അപ്പോൾ തിരുവോണംകാരെ സംബന്ധിച്ച് അവർക്കത്ര ഗുണമല്ല. ജാതകത്തിൽ ഗുണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ജാതക ഗുണം ഇവർക്ക് കിട്ടും. കാര്യങ്ങൾക്ക് ഇവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകും. തൊഴിൽപരമായ തടസ്സങ്ങൾ ഇവർ നേരിടേണ്ടതായിട്ട് വരും. ചിലപ്പോൾ തൊഴിൽ തന്നെ ഇവർക്ക് നഷ്ടപ്പെട്ടെന്ന് വരും. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി പെട്ടെന്ന് ചിലപ്പോൾ പോയെന്ന് വരും. ജോലിയിൽ തട്ട് കിട്ടും. ഏഴര ശനിക്കാലത്ത് ഒട്ടുമിക്ക ആൾക്കാർക്കും വരുന്ന കാര്യം ഇതാണ്. ഏഴര ശനിയിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും തൊഴിൽ സംബന്ധമായ തടസ്സങ്ങളോ തൊഴിൽ തന്നെ ഇല്ലാണ്ടാകുന്ന അവസ്ഥയോ ഉണ്ടാകാറുണ്ട് പൊതുവെ നോക്കിയാൽ. അപ്പോൾ ഇവിടെ വിഷുഫലമായിട്ട് അങ്ങനെ ചിന്തിക്കുമ്പോഴും അത്ര ഗുണകരമല്ല. ഇവർക്ക് തൊഴിൽപരമായി ദോഷങ്ങൾ ഉണ്ടാകും. ബന്ധുജനങ്ങളുടെ വിരോധങ്ങൾ ഇവർക്ക് ഏൽക്കേണ്ടതായിട്ട് വരും, ഇല്ലേ? അത് സാമാന്യമായ ഒരു കാര്യമാണ്. നമുക്ക് നല്ല കാലം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടാവും, ഇല്ലേ? നമുക്കൊരു ദോഷ സമയമാണെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല. അവർ പറഞ്ഞുകൊണ്ട് എന്ത് കാര്യമാണെങ്കിലും ദോഷമാണെങ്കിലും ഗുണമാണെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ആരാണ്? നമ്മൾ തന്നെ. നമ്മുടെ നേടലും നമ്മളും മാത്രം ഉണ്ടാവും, ഇല്ലേ? നമ്മുടെ കൂടെ നിൽക്കാൻ ചിലപ്പോൾ സ്വന്തം ഭാര്യ പോലും മക്കൾ പോലും ചിലപ്പോൾ നമ്മുടെ കൂടെ നിന്നവരില്ല. അത് നമ്മുടെ സമയം അതാണ്. അതുകൊണ്ട് അവർക്ക് നമ്മളിൽ നിന്ന് അകന്ന് നിൽക്കാനോ തോന്നുള്ളൂ. അപ്പം ബന്ധുജനങ്ങളുടെ വിരോധം ഉണ്ടാകാനും സാധ്യതയുണ്ട്. കലഹങ്ങൾ പലതും വരും. പോലീസിൽ കേസ്, അല്ലെങ്കിൽ കോടതി കയറേണ്ടി വരിക, വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുക, അടിപിടിയുണ്ടാകുക, തല്ലി ബഹളം കുട്ടീശ്വരം, ഇതേപോലെയുള്ള വാക്ക് തർക്കങ്ങളിലൊക്കെ ചെന്ന് പെടും ഈ ഏഴര ശനിക്കാലത്ത്. അതുകൊണ്ട് ഈ വിഷുഫലമായിട്ടും ഈ തിരുവോണം നക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമല്ല ഒരു സമയമല്ല വരാൻ പോകുന്നത്. ശരീരത്തിൽ മുറിവുകൾ വരെ ഇവർക്ക് ഉണ്ടായെന്ന് വരാം. അപകട സാധ്യത ഉണ്ടാകാം. വണ്ടിയൊക്കെ ഓടിക്കുന്നവർ സൂക്ഷിച്ച് ഓടിക്കുക. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ തിരുവോണ നക്ഷത്രക്കാർ മാത്രമല്ല കേട്ടോ, ഈ ഏഴര ശനി അനുഭവിക്കുന്ന ഒട്ടുമിക്കർക്കും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്.
അപ്പൊ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ തിരുവോണം നക്ഷത്രക്കാർക്ക് ഗോചരപരമായിട്ട് വിഷുഫലമായിട്ട് ഉണ്ടാകുകയാണെങ്കിൽ അതിനെ എങ്ങനെ നേരിടണം? നമുക്ക് നേരിടണ്ടേ? പരിഹാരമായിട്ട് ശാസ്താവിനെ ഭജിക്കണം. എല്ലാ ശനിയാഴ്ചകളിലും പോയി ശാസ്താവിനെ എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കണം. വെറുതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. എള്ളുതിരി മേടിച്ച് വെച്ചിട്ട് ഭഗവാനെ എൻ്റെ ശനിദോഷങ്ങൾ മാറ്റണേ എന്നും പറഞ്ഞ് അവിടെ വെച്ചിട്ട് സലോം പറഞ്ഞു പോന്നിട്ട് കാര്യമില്ല. എങ്ങനെ പ്രാർത്ഥിക്കണം? ആ എള്ളുതിരി കൈ പിടിച്ചിട്ട് ഭഗവാന്റെ മുമ്പിൽ കാണിച്ചുകൊണ്ട് ഭഗവാനോട് പറയാ, ഭഗവാനെ ഈ എള്ളുതിരി കത്തിത്തീരുന്നത് പോലെ എൻ്റെ ശനിദോഷങ്ങളെല്ലാം കത്തിത്തീർന്നു പോണേ ഭഗവാനെ എന്ന് ആത്മാർത്ഥമായി നെഞ്ചുരുകി പ്രാർത്ഥിക്കണം. എന്നിട്ട് ഒരു 3 പ്രാവശ്യമെങ്കിലും ഇടത്തോട്ട് 3 പ്രാവശ്യം ആ എള്ളുതിരി നിങ്ങളുടെ മുഖത്തിനൊന്ന് ഒഴിയണം. ആ എള്ളുതിരി കത്തുന്ന ആ മണം നിങ്ങളൊന്ന് ശ്വസിക്കണം. എള്ള് ശനീശ്വരൻ്റെ ധാന്യമാണ്. എള്ളെണ്ണ ശനീശ്വരൻ്റെ എണ്ണയാണ്. അപ്പം ആ എള്ളെണ്ണ കത്തുന്ന മണവും എള്ള് കത്തുന്ന മണവും ഒക്കെ നമ്മളൊന്ന് ശ്വസിക്കുക. 3 പ്രാവശ്യം ഇടത്തോട്ടൊന്ന് ഒഴിയുക. ഒഴിയുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഈ എള്ളുതിരി കത്തിത്തീരുന്നത് പോലെ ഭഗവാനെ ശനീശ്വര എൻ്റെ ശനിദോഷങ്ങളെല്ലാം കത്തിത്തീർന്നു പോണേ ഭഗവാനെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ ആ ശനി നമ്മളെ വിട്ടൊഴിയും. അപ്പം ഈ വിഷുഫലത്താൽ നിങ്ങൾക്ക് ശനിയുടെ ദോഷങ്ങൾ മൂലമുണ്ടാകുന്ന ആ ഗോചരപരമായി ഉണ്ടാകുന്ന ദോഷങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടാൻ സാധിക്കും. അപ്പം തിരുവോണം നക്ഷത്രക്കാർക്ക് പൊതുവേ ഈ വിഷുഫലം ഗുണകരമല്ല. എന്നാൽ അവർക്ക് ജാതകപരമായിട്ട് അവർക്ക് വളരെയധികം ഗുണങ്ങളുള്ള ഒരു സമയമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫലത്തിനെ നമുക്ക് മാറ്റിവെക്കാം. ജാതകഫലം നമുക്ക് കിട്ടും.